ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പരിസര പഠനം വിഷയത്തിലെ 7ാമത്തെ യൂണിറ്റ് ദിക്കറിയാം നാടറിയാം എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ പുഴകളെക്കുറിച്ച് മനു ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തൂ. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഓപ്ഷൻ ബി, ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. ഓപ്ഷൻ സി, 44 നദികളും ഒഴുകിയെത്തുന്നത് അറബിക്കടലിലാണ്. ഓപ്ഷൻ ഡി, പമ്പാ നദി ഒഴുകിയെത്തുന്നത് വേമ്പനാട്ടു കായലിലാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 44 നദികളും ഒഴുകിയെത്തുന്നത് അറബിക്കടലിലാണ്. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. അതിൽ 41 മാത്രമാണ് അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്നത്. മറ്റ് 3 നദികൾ ഏതൊക്കെയായിരുന്നു? പാമ്പാർ, ഭവാനി, കബനി എന്നീ 3 നദികൾ കിഴക്ക് ദിശയിലേക്കാണ് ഒഴുകുന്നത്. ഓക്കെ, അതൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം വായിക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ രേഖപ്പെടുത്തൂ. ഓപ്ഷൻസ് വായിക്കാം. ഏറ്റവും വലിയ ജില്ല പാലക്കാടും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. ഓപ്ഷൻ ബി, വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡും തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരവുമാണ്. ഓപ്ഷൻ സി, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകൾ തീരദേശമില്ല. ഓപ്ഷൻ ഡി, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ബിയും ഡിയുമാണ്. അതായത് വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡും തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരവുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. ഓപ്ഷൻ എ തെറ്റാണ്. ഏറ്റവും വലിയ ജില്ല പാലക്കാടല്ല, ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തവ ഏതെല്ലാം? കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്. ഓപ്ഷൻ ബി, കേരളത്തിലെ തിരക്കേറിയ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓപ്ഷൻ സി, കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഓപ്ഷൻ ഡി, കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന വിമാനത്താവളം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ അല്ല, മലപ്പുറം ജില്ലയിലാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി 5ാമത്തത്, ദിക്കുകൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ, സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്ക്. ശരിയാണല്ലേ? നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്ക്. ഓപ്ഷൻ ബി, ഉദയസൂര്യന് അഭിമുഖമായി നിൽക്കുമ്പോൾ ഇടതുവശം തെക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. അല്ല, തെറ്റാണ്. ഉദയസൂര്യന് അഭിമുഖമായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ ഇടതുവശം വടക്കാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഓപ്ഷൻ സി, വടക്ക് നോക്കി യന്ത്രത്തിലെ സൂചി എപ്പോഴും വടക്ക് തെക്ക് ദിശയിലാണ് നിൽക്കുന്നത്. ശരിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എയും സിയും ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ, കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. ശരിയാണ്. ഓപ്ഷൻ ബി, ഇതിൽ 41 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. തെറ്റാണ്. ഇതിൽ 3 നദികളാണ് കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്നത്. ഓപ്ഷൻ സി, കേരളത്തിൽ ആകെ 34 കായലുകളുണ്ട്. ശരിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എയും സിയുമാണ്. ബി ഇവിടെ തെറ്റാണ്. അടുത്ത ചോദ്യം, GPS, ഭൂപടം എന്നിവയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ, ഉപഗ്രഹ സഹായത്തോടെ തത്സമയ സ്ഥാനവും സമയവും അറിയാൻ GPS സഹായിക്കുന്നു. ശരിയാണ്. ഓപ്ഷൻ ബി, ഒരു
ഭൂപടത്തിൽ സാധാരണയായി വടക്ക് ദിശ താഴെയാണ് അടയാളപ്പെടുത്തുന്നത്. തെറ്റാണ്. വടക്ക് ദിശ ഭൂപടത്തിൽ മുകൾ ഭാഗത്തായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഓപ്ഷൻ സി, ഭൂപടത്തിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സൂചിക ഇൻഡെക്സ് സഹായിക്കുന്നു. ശരിയാണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ എയും സിയും ആണ്. അടുത്ത നോക്കേണ്ടത് 10ാമത്തെ ചോദ്യമാണ്. GPS എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഗ്ലോബൽ പോയിന്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ഓപ്ഷൻ സി ജനറൽ പൊസിഷനിങ് സിസ്റ്റം, ഓപ്ഷൻ ഡി ജിയോഗ്രഫിക് പോയിന്റ് സിസ്റ്റം. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇനി 11ാമത്തെ ചോദ്യം. വടക്ക് നോക്കി യന്ത്രത്തിലെ കാന്തസൂചി എപ്പോഴും ഏത് ദിശയിലാണ് വിരൽ ചൂണ്ടുന്നത്? ഓപ്ഷൻസ് വായിക്കാം. കിഴക്ക് പടിഞ്ഞാറ്, ഓപ്ഷൻ ബി വടക്ക് തെക്ക്, ഓപ്ഷൻ സി വടക്ക് കിഴക്ക്, ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, വടക്ക് തെക്ക്. ഇനി 12ാമത്തെ ചോദ്യം. അഹാന ഉദയസൂര്യനെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ വലതുവശം ഏത് ദിശയിലായിരിക്കും? സൂര്യൻ ഉദിക്കുക ഏത് ദിശയിലാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കിഴക്ക് ദിശയിലാണല്ലോ സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ ഇവിടെ അഹാന നോക്കി നിൽക്കുന്നത് കിഴക്ക് ഭാഗത്തോട്ടാണ്. കിഴക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ വലതുവശം വരുന്നത് തെക്കാണ്. സോ ഉത്തരം വരുന്നത് തെക്ക്. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. ഒരു ഭൂപടത്തിൽ മുകൾ ഭാഗം വടക്ക് ദിശയാണെങ്കിൽ വലതുഭാഗം ഏത് ദിശയെ സൂചിപ്പിക്കുന്നു? മുകൾ ഭാഗം വടക്കാണെങ്കിൽ വലതുഭാഗം കിഴക്കാണ്. താഴ്ഭാഗം ഏതാണ് വരിക? തെക്കാണ്. ഇടതുഭാഗം പടിഞ്ഞാറാണ് വരിക. ഓക്കെ. അടുത്തത് 14ാമത്തെ ചോദ്യം. കേരളത്തിലെ നദികളെ കുറിച്ചുള്ള താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, കേരളത്തിൽ 34 നദികളുണ്ട്. തെറ്റാണ്. കേരളത്തിൽ 44 നദികളാണുള്ളത്. ഓപ്ഷൻ ബി, കേരളത്തിലെ എല്ലാ നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതും തെറ്റാണ്. കേരളത്തിലെ 41 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. 3 നദികൾ കിഴക്ക് ദിശയിലോട്ടാണ് ഒഴുകുന്നത്. അതായത് ഓപ്ഷൻ സി, 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു. അവിടെ 3 എന്ന് എഴുതാൻ വിട്ടുപോയതാണ്. സോ ഈ 3ാമത്തെ ഓപ്ഷൻ ശരിയാണ്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്ക് ദിശയിലേക്കുമാണ് ഒഴുകുന്നത്. ഇനി ഡി, ഭാരതപ്പുഴ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. അതുപോലെ സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ്. ഇനി ചോദ്യം 15. ഭൂപടത്തിൽ വിദ്യാലയങ്ങൾ, കിണറുകൾ, ആശുപത്രികൾ തുടങ്ങിയവ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, സൂചിക ഇൻഡെക്സ് ആണ് നമ്മളെ ഈ ഭൂപടത്തിലുള്ള ഇങ്ങനത്തെ സ്കൂളുകളും വിദ്യാലയങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, പഠിച്ചു വെക്കുക. സൂചിക ഇൻഡെക്സ് ആണ്. ഇനി 16ാമത്തെ ചോദ്യം. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. പശ്ചിമഘട്ടം, ബി തമിഴ്നാട്, സി അറബിക്കടൽ, ഡി കർണാടക. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, അറബിക്കടൽ ആണ്. ഇനി ചോദ്യം 17. വയനാട് ജില്ലയിലുള്ള നൂൽപ്പുഴ പഞ്ചായത്ത് ഏതെല്ലാം സംസ്ഥാനങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം തമിഴ്നാട്, കർണാടക. അടുത്തത് 18ാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 44, ഓപ്ഷൻ ബി 41, ഓപ്ഷൻ സി 34, ഓപ്ഷൻ ഡി 27. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി 34 ആണ്. 34 കായലുകളാണ് കേരളത്തിൽ ഉള്ളത്. അടുത്തത് ചോദ്യം 19. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻസ് എ തിരുവനന്തപുരം, ബി കാസർഗോഡ്, സി വയനാട്, ഡി കണ്ണൂർ. വടക്കേ അറ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്ന ജില്ലയാണ്. ഉത്തരം ഓപ്ഷൻ ബി കാസർഗോഡ് ആണ്. ഇനി 20ാമത്തെ ചോദ്യം. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, ഗുജറാത്ത്, ഗോവ. ഓപ്ഷൻ ബി തെലങ്കാന, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക. ഓപ്ഷൻ സി കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഓപ്ഷൻ ഡി കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഗുജറാത്ത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്.
അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ. ഓപ്ഷൻസ് വായിക്കാം. എ അഷ്ടിമുടി കായൽ, ഓപ്ഷൻ ബി കവ്വായി കായൽ, ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആദ്യത്തെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 3 ജില്ലകൾ. ഓപ്ഷൻ എ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, ഓപ്ഷൻ ബി പാലക്കാട്, തൃശൂർ, മലപ്പുറം, ഓപ്ഷൻ സി കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ഓപ്ഷൻ ഡി മലപ്പുറം, കണ്ണൂർ, തൃശൂർ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, കാസർഗോഡ്, കണ്ണൂർ, വയനാട്. ഇനി 23ാമത്തെ ചോദ്യം. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി. ഓപ്ഷൻസ് വായിക്കാം. എ പെരിയാർ, ബി ഭാരതപ്പുഴ, സി ചാലിയാർ, ഡി ഇവയൊന്നുമല്ല. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. എന്നാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ പെരിയാർ ആണ് ഉത്തരം. അടുത്തത് 24ാമത്തെ ചോദ്യം. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കബനി, പാമ്പാർ, ഭവാനി എന്നാണ്. ഈ 3 നദികളാണ് കിഴക്ക് ദിശയിലോട്ട് ഒഴുകുന്നത്. 25ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും പുഴകളുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ, ബി കാസർഗോഡ്, സി പാലക്കാട്, ഡി ആലപ്പുഴ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി കാസർഗോഡ് ആണ്. അടുത്തത് 26ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട്. ഓപ്ഷൻ എ മലമ്പുഴ ഡാം, ഓപ്ഷൻ ബി ഇടുക്കി ഡാം, ഓപ്ഷൻ സി മുല്ലപ്പെരിയാർ ഡാം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി മുല്ലപ്പെരിയാർ ഡാം ആണ്. സോ കുട്ടികളെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ മറ്റു ചാപ്റ്ററിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.